ബലാല് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണമല്ലോ. അള്ളാഹു ഖൈറിലാക്കട്ടെ. നാളെ ഈ മജ്ലിസിന്റെ ഏറ്റവും വലിയ ഫضല് നമ്മൾ പറയും. ഒരു പൊന്ന് 10 വയസ്സുണ്ടാവില്ലേ, ഒരു പൊന്ന് മോള്, തൻ്റെ പൊന്നു മോൾക്ക് പുറത്തൊരു വലിയ ആ വളവാണ്, നട്ടല് വളവാണ്, നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് വർഷം ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാൻ പറയുന്നു. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞ ഓപ്പറേഷൻ ചെയ്താലും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാൻ പറഞ്ഞു. കൊടക്കാട് കൊടുന്നു. എന്നോട് പറഞ്ഞു എന്താ തങ്ങളെ ചെയ്യുക, കുട്ടിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്, ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞേക്കാണ്, ഓപ്പറേഷൻ ചെയ്താലും നടക്കാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ കേൾക്കലുണ്ടോ? ചുണ്ടാറും ഡോക്ടർമാർ ഓപ്പറേഷൻ ധൈര്യത്തിൽ ചെയ്തു, കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബാക്കി നാളെ പറയാം. ഞാനാണ് പറഞ്ഞു പോയി കേട്ടോ. അള്ളാഹു ബർക്കത്ത്. പിന്നെ ഞാൻ നിങ്ങൾക്കറിയാം, ശരീരം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്, നല്ല ക്ഷീണമാണ്. രോഗമാണെങ്കിലില്ല. ഡോക്ടർമാരെ പറഞ്ഞൊരൊറ്റ കാര്യം, സംസാരം കുറക്കുക. നല്ല കിതപ്പാ, സംസാരം കുറക്കണം, അല്ലാതൊരു രക്ഷയില്ല. പക്ഷേ യാതൊരു കാരണവശാലും സംസാരം കുറക്കാൻ പറ്റൂല. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ശനി ഞായറും എന്ത് ചെയ്യാം, ജോലി ചെയ്യാം, ചൊവ്വയും ബുധനും എന്ത് ചെയ്യാം, ഇടയ്ക്ക് ലീവാക്കാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് അങ്ങനെ ചെയ്തോളിന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, കൊടക്കാട്ടിക്ക് ടോക്കിന് വിളിയോട് വിളി. ശനി ഫുള്ളാണ്, ഞായർ ഫുള്ളാണ്, ഇന്നലത്തിനൊക്കെ ഫുള്ളായി. ഫോണ് ടോക്കന് എഴുതുന്ന ജാഫർ ഉസ്താദ് പറയാം, ഫോണ് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല, ചൊവ്വാഴ്ച എടുക്കന്നെ വേണ്ടിയിരുന്നു പറഞ്ഞു. ഇപ്പം എന്താട്ടി, ഇപ്പം ഇന്നലെ മുതൽ ചൊവ്വാഴ്ചക്ക് ബുക്കിംഗ് തുടങ്ങി. എന്താ ചെയ്യുക നിങ്ങൾ പറ. ചൊവ്വാഴ്ച റെസ്റ്റ് എടുക്കാനാ, പക്ഷെ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെക്കാൻ പറ്റൂല. ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ച ഒന്ന് പ്ലീസ് എങ്ങനെങ്കിലും ഒരു ടോക്കൺ, അതാ പോരെ. പിന്നെ എന്താ നമ്മൾ ചെയ്യാം. അപ്പോൾ അൽഹംദുലില്ലാഹ് വരുന്ന ചൊവ്വാഴ്ചക്കും എന്തായി, ടോക്കന് എടുക്കാൻ തുടങ്ങി ഇട്ടാ. പിന്നെ ശനിയാഴ്ച നോമ്പാണ് അല്ലേ, മെഹറാജിൻ്റെ അല്ലേ. ഇൻഷാ അല്ലാഹ് ഞാൻ കൊടക്കാടുണ്ടാവും കേട്ടോ, കൊടക്കാടുണ്ടാവും. ഈ നോമ്പായിട്ട് ഉണ്ടാവില്ല എന്ന് ആരും പറഞ്ഞ് പരത്തണ്ട. നോമ്പിന് ഞാൻ ശനിയാഴ്ച അവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു സന്തോഷ വാർത്ത, ഒരുപാട് കാലമായി അന്തമാൻ നിക്കോബാറിലെ ആളുകൾ ഒന്ന് കാണാൻ വരുമോയെന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാടായി, പക്ഷേ സമയം ഉണ്ടാവില്ല, എനിക്ക് കിട്ടാറില്ല. ഇൻഷാ അല്ലാഹ് അവിടെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് ഡേറ്റ് ഇന്നലെ കൊടുത്തിട്ടുണ്ട്. അടുത്ത മാസം 11-ാം തീയതി ഇൻഷാ അല്ലാഹ്. 15-ാം തീയതി നമ്മൾ വാർഷികമാണ്, അതിൻ്റെ മുന്നേ എന്ത് ചെയ്യണം, പോയി വരണം. 11-ാം തീയതി ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച ഇവിടുന്ന് കയറും. ബുധനാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്തും. തിരിച്ച് വ്യാഴാഴ്ച രാവിലെ ജ്വല്ലറി ഉദ്ഘാടനം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച വൈകുന്നേരം ഇവിടെ എത്തണം. അതിനുള്ള പുറപ്പാടാണ്, മനസ്സിലായില്ലേ. അപ്പം ഇൻഷാ അല്ലാഹ് അന്തമാൻ നിക്കോബാറിൽ വരുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാവരെയും കാണാൻ നമുക്ക് എന്താവില്ല, എല്ലാവരും വീട്ടിൽ വരാനും ചിലരൊക്കെ നമുക്ക് സമയം ഉണ്ടാവില്ല കേട്ടോ. അത് ഇൻഷാ അല്ലാഹ്, കാരണം ഒരുപാട് ആളുകൾ സ്ഥലത്തിനൊക്കെ പൈസ അയക്കുന്നുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് കുറച്ച് ആൾക്കാരെങ്കിലും നേരിൽ കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക് നല്ലൊരുപാട് കുടുംബങ്ങളുണ്ട് അന്തമാൻ നിക്കോബാറിൽ. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളെ ബഹുമാനിക്കുന്ന ഒത്തിരി ആളുകൾ അന്തമാൻ നിക്കോബാറിലുണ്ട്.
ഇൻഷാ അള്ളാ അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരാറ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അപ്പം ഇൻഷാ അള്ളാ ഒന്ന് എല്ലാവരെയും ഒന്ന് കാണാനുള്ള ഭാഗ്യം ഒന്ന് തരട്ടെ. പിന്നെ പറയാനുള്ളത് നമ്മളെ സ്വലാത്ത് വാർഷികമാണ് അടുത്ത മാസം 15-ാം തീയതി. ആ സ്ഥലം ഇൻഷാ അള്ളാ നമുക്ക് എന്ത് ചെയ്യണം, വിലക്ക് വാങ്ങണം. അപ്പം അതുകൊണ്ട് ഇൻഷാ അള്ളാ എല്ലാവരും ഒരു കസാല ഇടാനുള്ള സ്ഥലം അവിടെ വാങ്ങണം. മനസ്സിലായില്ലേ? പിന്നെ ഒന്നുമില്ലെങ്കിൽ ഇൻഷാ അള്ളാ ഒരു 1000 ഉറുപ്പ്യ തന്നിട്ട് നിങ്ങൾ ഇനിയൊരു 1000 ഉറുപ്പ്യ അവിടെ തന്നിട്ട് ഇൻഷാ അള്ളാ 15-ാം തീയതി എല്ലാവരും കൈ പിടിക്കുക. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. പിന്നെ വിഷമിച്ച് തരും വേണ്ടട്ടോ, കാരണം ഇപ്പോഴത്തെ അവസ്ഥ എല്ലായിടത്തും മോശമാണ്. നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂലല്ലോ. അപ്പം നമുക്ക് ഇൻഷാ അള്ളാ കിട്ടിയതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം കേട്ടോ. ബേജാറാണ്ട് ഇതുവരെ അള്ളാഹു എന്തിട്ടില്ല, നമുക്കൊരു വിഷമം തന്നിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ടും അള്ളാഹു തരാതിരിക്കട്ടെ കേട്ടോ. അപ്പം നാളെ അപ്പം ഇൻഷാ അള്ളാ നാളെ ഇൻഷാ അള്ളാ ചാവക്കാടാണ്. നാളെ ചാവക്കാടാണ് ഇൻഷാ അള്ളാ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. ഇൻഷാ അള്ളാ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദ്വാരിക്കാണ്. പിന്നെ ഇന്ന് റേഞ്ചില്ല ഇവിടെ വയനാട്ടിൽ. ഫോണിന് കുറേ ആൾക്കാർക്ക് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ തിങ്കളാഴ്ച കോട്ടക്കലുണ്ടാവും. തിങ്കളാഴ്ച ഇൻഷാ അള്ളാ കോട്ടക്കൽ ഉണ്ടാവും കേട്ടോ. അസ്മാഉൽ ഹുസ്ന ചൊല്ലി മണ്ടേ കോട്ടക്കൽ ഇൻഷാ അള്ളാ കേട്ടോ. കോട്ടക്കലും തിരക്കാണ്. എന്താ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആളുകൾ സ്നേഹിക്കാണ്. പക്ഷേ ഇപ്പോൾ അവർ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാണ്ട് ദേശം വെള്ളം കുടിച്ചാൽ കേട്ടോ. പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ ഒരു അടിമിൻ്റെ കഥ പറഞ്ഞല്ലോ. ഒരു അടിമിൻ്റെ കഥ. ഈ അടിമിന് നമ്മൾ പിന്നെ ഇങ്ങനെ എന്താണ് അവിടെ വരുന്ന ആൾക്കാർ വേറെ മൊയിലന്മാർക്കോ തങ്ങന്മാർക്കോ ആളുണ്ടാക്കില്ല. നമ്മളെ പെരൻ്റെ മർത്തി വെച്ചിട്ട് ഇവിടേക്ക് വരണ്ട, ഇവിടെ വന്നാൽ സംസാരിക്കാൻ പറ്റൂല, കാര്യങ്ങളൊന്നും നടക്കൂല, നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് വരി, ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് കൊടുത്താൽ ഒരു വോയിസ് ഉണ്ട്. പിന്നെ അപ്പോൾ കുറേ ആൾക്കാരെ വോയിസ് ഞങ്ങളെ കൊണ്ടുപോയിക്കണ്, ഞങ്ങളെ വിളിച്ചിക്കണ്, ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഇതായി, ഞങ്ങൾ കുറേ ആൾക്കാർ അതിൽ പെട്ടിക്കണ്. അപ്പം എനിക്കൊരു വോയിസ് വേറെ താത്ത അയച്ചു നിൽക്കണം. പിന്നെ അതേപോലെ തന്നെ ഒരു അമ്മ വിളിച്ചിട്ട് പറയാം, തങ്ങൾപ്പാ നിങ്ങൾ എൻ്റെ ഒരു കുട്ടിയാണ്, നിങ്ങൾ. അപ്പം ഞാൻ നിങ്ങളത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ബേക്കറിയോ ഫ്രൂട്ട്സോ കൈ പിടിക്കും. അപ്പോൾ പറയത്തരേ ഇതൊക്കെ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവരണേ, ഇതൊക്കെ എന്തിനാ, എന്താ ഞാൻ ചെയ്യുക, ഞാൻ അവിടെ ഉള്ളോലെ എങ്ങനെങ്കിലൊക്കെ ഒന്ന് കഞ്ഞി കുടിച്ച് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓലൊക്കെ അവിടെ നിർത്തുന്നത്. മനസ്സിലായി? ഇപ്പം ഇൻഷാ അള്ളാ എന്ത് പരാതി ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം. നമ്മൾ ഇൻഷാ അള്ളാ എല്ലാവരും പറയുന്നുണ്ട് അവിടെ ആരും പണിക്ക് എല്ലാവരും വിളിച്ച് പറയും അവിടെ പണിക്ക് ആരും വേണ്ടാന്ന്. ഒരാൾ കാരണം എല്ലാവർക്കും പ്രയാസങ്ങൾ വരും. എന്താ ചെയ്യാൻ? അള്ളാഹു എല്ലാവർക്കും നല്ല കൽബ് കൊടുക്കട്ടെ അല്ലേ നമ്മൾ വേണ്ടേ? എല്ലാവർക്കും നല്ല കൽബ് അള്ളാഹു കൊടുക്കട്ടെ, എല്ലാവരും അള്ളാഹു നന്നാക്കട്ടെ അല്ലേ. നമുക്ക് ആരോടൊന്നില്ല, ഒരു ദേഷ്യമല്ല. എന്നെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ എനിക്കിപ്പോൾ റെസ്റ്റ് ആവശ്യമാണ്. പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ പണിക്കാർ കുറേ ആളുകളുണ്ട്, ഓലെ വിചാരിച്ചിട്ടാണ്. അതല്ലെങ്കിൽ ഇൻഷാ അള്ളാ ഞാൻ എൻ്റെ പരീക്ക് കുത്തിരുന്നാൽ എനിക്കുള്ള മഹേശ്വരം എന്ത് ചെയ്യും, എൻ്റെ പരീക്ക് വരും. ദിവസം ഒരു 5 ആളെ നോക്കിയാൽ മതി. ഞങ്ങളങ്ങനെ പട്ടിണില്ലാതെ ജീവിച്ചു. പക്ഷേ എനിക്ക് ആരോഗ്യമുണ്ടോ? ഇതെന്താ, നിങ്ങൾ ഈ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ നോക്കുകയാണെങ്കിൽ രാവിലെ 5 മണിക്ക് 5:30 ലൈവിലിരുന്ന പിന്നെ വൈകുന്നേരം 7:30 മണി വരെ സംസാരം, 7:30 മണി വരെ റെസ്റ്റില്ലല്ലോ കേട്ടോ. അള്ളാഹു റാഹത്തിലാക്കട്ടെ. നിങ്ങളൊക്കെ ദ്വാരിക്കും. നിങ്ങൾ അവിടെയൊക്കെ തങ്ങന്മാരുണ്ട്, അങ്ങോട്ടൊക്കെ പേയ്ക്കോളൂ. എല്ലാവരും നൂറ് ഹബീബ് എന്നിട്ട് വരണ്ട.
എല്ലാവരും അങ്ങനെ വരണ്ട, എല്ലാവർക്കും കിട്ടട്ടെ. നമ്മളവിടെ വലിയതൊന്നുമില്ല. എന്താ സലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ അള്ളാഹു ഒരുപാട് നാമത്ത് അള്ളാഹു തരുന്നുണ്ട്, അത്ര തന്നെ. കേട്ടോ. ഇൻഷാ അല്ലാഹ് പിന്നെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ ചിന്തിക്കുക, അവിടെ പോയി കഴിഞ്ഞാൽ കന്നഡ ലാംഗ്വേജ്, കന്നഡ കൊത്തില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ദൂരത്തു നിന്ന് വരുന്നോട് പറയാനുള്ള എന്താ അറിയോ, നിങ്ങളെ അവിടെയൊക്കെ തങ്ങന്മാരും മൂല്യം വേണ്ടി ഇപ്പം ഇവിടെ വന്നാൽ സംസാരിക്കാൻ പറ്റൂല, തങ്ങനെ കണ്ട സംസാരിക്കാൻ പറ്റൂല. എന്താ തങ്ങളെ സുഖമാണെന്ന് വെച്ചപ്പോൾ ഞാൻ പോയി എന്നറി. കാരണം വൈകുന്നേരം ആകുമ്പോൾ എത്ര ആളുകൾ ഒഴിവാക്കണ്ട്, അവിടെ ഒന്നുമില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു എന്ത് ചെയ്യട്ടെ, ഹൈറും ബറക്കത്തും കേട്ടോ, അള്ളാഹു ഹൈറും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരാളെ എന്ത് ചെയ്യേണ്ട, ഇവിടെ വന്ന് തങ്ങളെ കാണാൻ പറ്റിയില്ല അങ്ങനെ അതൊന്നും നമ്മൾ കുറ്റം പറയാൻ പറ്റൂല. അപ്പം ആദ്യം ആമുഖമായി കൊണ്ട് പറയട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ അല്ലാഹ് യാ മാലിക് യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാം യാ അല്ലാഹ് യാ മുഅ്മിൻ യാ അല്ലാഹ് യാ മുഹൈമിൻ യാ അല്ലാഹ് യാ അസീസ് യാ അല്ലാഹ് യാ ജബ്ബാർ യാ അല്ലാഹ് യാ മുതകബ്ബിർ യാ അല്ലാഹ് യാ ഖാലിഖ് യാ അല്ലാഹ് യാ ബാരി യാ അല്ലാഹ് യാ മുസവ്വിർ യാ അല്ലാഹ് യാ ഗഫാർ യാ അല്ലാഹ് യാ ഖഹാർ യാ അല്ലാഹ് യാ വഹാബ് യാ അല്ലാഹ് യാ റസാഖ് യാ അല്ലാഹ് യാ ഫത്താഹ് യാ അല്ലാഹ് യാ അലീം യാ അല്ലാഹ് യാ ഖാബിൽ യാ അല്ലാഹ് യാ ബാസിത്ത് യാ അല്ലാഹ് യാ ഖാഫിൽ യാ അല്ലാഹ് യാ റാഫി യാ അല്ലാഹ് യാ മുഇസ് യാ അല്ലാഹ് യാ മുദിൽ യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീർ യാ അല്ലാഹ് യാ ഹക്കം യാ അല്ലാഹ് യാ അദ്ൽ യാ അല്ലാഹ് യാ ലത്തീഫ് യാ അല്ലാഹ് യാ ഖബീർ യാ അല്ലാഹ് യാ ഹലീം യാ അല്ലാഹ് യാ അലീം യാ അല്ലാഹ് യാ ഗഫൂർ യാ അല്ലാഹ്